കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരുശലേമിൽ നിവാസികളുണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ നഗരത്തിൻ്റെ, യെരുശലേം നഗരത്തിൻ്റെ പുനരുദ്ധാരണം ഇല്ലെങ്കിൽ റിസ്റ്റോറേഷനെ കുറിച്ചാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആലോചനയെ നിവർത്തീകരിക്കപ്പെടുകയും അതുമാത്രമല്ല സ്തോത്രം ദൈവദൂതന്മാരുടെ ആലോചനയെ അനുഷ്ഠിക്കുമെന്ന് പറയുന്നു. എന്താണ് നിവർത്തീകരിക്കപ്പെടേണ്ടത്, എന്താണ് അനുഷ്ഠിക്കുന്നത്? അതാണ് അതിൻ്റെ അടുത്ത ഭാഗം. യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകും, യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, അവയുടെ ഇടിവുകൾ നന്നാക്കും. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. യെരുശലേം എന്ത് ചെയ്യും? അതിനകത്ത് നിവാസികളുടെ അർത്ഥം എന്താ? ഇപ്പോൾ അത് ശൂന്യമായി കിടക്കുകയാണ്. ഇസ്രായേൽ ജനം മുഴുവൻ ബാബേൽ എന്ന പ്രവാസത്തിനകത്ത് അടിമകളായി കിടക്കുന്ന ഒരു കാലഘട്ടം. അവിടെ ആളില്ലാതെ ശൂന്യമായി കിടക്കുന്ന പറയുകയാണ് പ്രവാചകൻ, അവിടെ ആൾക്കാരുണ്ടാകും, ആളുകൾ അവിടെ വരും. 2, അതിൻ്റെ സ്തോത്രം നഗരങ്ങൾ പണിയപ്പെടും. എന്തുവാ പണിയപ്പെടുന്നതിൻ്റെ അർത്ഥം? അതെല്ലാം ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന അവസ്ഥയെ നമുക്കവിടെ കാണാൻ കഴിയും. അത് പണിയപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. 2, 3 അതിൻ്റെ ഇടിവുകളെ നന്നാക്കുന്നൊരു ദൈവപ്രവൃത്തി. ശ്രദ്ധിക്കണം, 1 നിവാസികളുണ്ടാകും, 2 പണിയപ്പെടും, 3 അതിൻ്റെ ഇടിവുകളെ നന്നാക്കും. ഈ വിധത്തിൽ ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തീകരിക്കപ്പെടുമെന്ന് കൃത്യം പരിശുദ്ധാത്മാവ് അതിനകത്തുകൂടെ വിളിച്ചു പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ സഹായിക്കുന്നൊരു കർത്താവുണ്ട്, നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ശൂന്യമായി കിടക്കുന്ന മേഖല നിവാസികൾ വരപ്പെടും, സ്തോത്രം പണിയപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി ചലിക്കപ്പെടും. 3 ഇടിവുകളെല്ലാം ഏതെല്ലാം സാമ്പത്തിക കുടുംബ തലമുറ ഏതെല്ലാം മേഖലകളിലാണ് ഇടിവുകൾ ഉണ്ടായിട്ടുള്ളത്, അവിടെയെല്ലാം ഒരു പണിയപ്പെടലിൻ്റെ അനുഭവം, ഒരു റെസ്റ്റോറേഷൻ്റെ അനുഭവത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.